ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കുറച്ച് ലെവൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരുന്നു ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ലെവൽസിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്, ആ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നെടുത്ത ഒരു എൻട്രി മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു ഇൻഡിക്കേറ്റർ സെല് ചെയ്യുന്ന ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ടൈമിൽ ആക്റ്റീവ് അല്ല, മാർക്കറ്റ് ടൈമിൽ അനലൈസ് ചെയ്യാതെ ആണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്, അല്ല നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ ടൈമില്ല എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാമിൽ പോയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഞാൻ നിങ്ങൾക്ക് 2 റേഞ്ച് ആയിരുന്നു പറഞ്ഞത്. ഈ ഒരു ലെവലിൻ്റെ താഴോട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, പിന്നെ അപ്പ് സൈഡിലോട്ട് എൻട്രി നോക്കേണ്ട, നമുക്ക് മാക്സിമം ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് പോകുന്നതും ആ ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രി നമ്മൾ ക്യാച്ച് ചെയ്താൽ മതിയെന്നായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഫസ്റ്റ് ഫേക്ക് ഒരു മൂവോട് കൂടി അപ്പ് സൈഡിലോട്ട് മൂവ് തന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ട് ഫോളോ തന്നു. എക്സാക്ട്ലി നമുക്ക് വന്നിട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്കൊരു എൻട്രി പഞ്ചായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എടുത്തില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ക്യാൻഡിലും കൂടി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് നെക്സ്റ്റ് ഒരു ക്യാൻഡിലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് എടുക്കാം. ഈ ഒരു ഏരിയയിൽ എൻ്റർ ആയ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ എന്നോട് ടെലിഗ്രാമിൽ ഇട്ടായിരുന്നു. ഞാൻ അവരോട് ഓക്കെ, നിങ്ങൾ എൻ്റർ ആയെങ്കിൽ കീപ്പ് ചെയ്തോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്തപ്പോഴായിരുന്നു ഞാൻ മോസ്റ്റ്ലി എൻട്രി ഇന്ന് എടുത്തത്. ഈ ഒരു ക്യാൻഡിലും കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലെവലിൽ ഞാൻ എടുത്തു. മോസ്റ്റ്ലി ഈ ഒരു ലെവലിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിന് ഞാൻ അത്രയും വരെ ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നില്ല. ഈ ഒരു ലെവൽ വരെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് താഴോട്ട് ട്രയൽ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ട്രേഡ് ആയിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ ഞാൻ ഓൾമോസ്റ്റ് വെയിറ്റ് ചെയ്തുള്ളൂ. കാരണം ഇത്രയും ഷാർപ്പായിട്ട് മാർക്കറ്റ് വന്നതുകൊണ്ട് തന്നെ പ്രീമിയം ഓൾമോസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പ്രൈസ് ഹിറ്റ് ആയായിരുന്നു. ഓൾമോസ്റ്റ് 50+ പോയിന്റ്സ് ഒരു ഇൻ ദ മണി പ്രീമിയം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയി. നമ്മുടെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ 2 തവണ നമ്മുടെ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി. പക്ഷേ മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ വന്ന് നമ്മുടെ എക്സാക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കുറച്ചും കൂടി ഉള്ളിലെ പ്രീമിയംസ് ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി പ്രീമിയംസ് ആണ് എടുക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ പോയിന്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ, കാരണം ഞാൻ എടുത്ത പ്രീമിയം അപ്പോൾ ഒരു അറ്റ് ദ മണി പ്രീമിയം ആയിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തു ഇനി ഒരു ഷാർപ്പ് മൂവ് അപ്പ് സൈഡിലോട്ട് തന്നാലും ടൈം എടുക്കും. ഇല്ല എങ്കിൽ ഇനി എനിക്കൊരു അടുത്ത ട്രേഡ് എടുക്കണമെങ്കിൽ ഇത് ഈ ലെവലിൻ്റെ താഴെ തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കാമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു 30-40 പോയിന്റ്സ് വിട്ടുകൊടുത്താലും നെക്സ്റ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്ന പോയിന്റ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ എക്സിറ്റ് ചെയ്തായിരുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, ഇത്രയും സ്പൈക്കായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് തന്നത് കൊണ്ട് തന്നെ എൻ്റെ പ്രീമിയംസിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു, തിരിച്ച് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. എക്സാക്ട് നമ്മൾ പറഞ്ഞ ലെവൽസിലെല്ലാം തന്നെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സെല് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ മോസ്റ്റ്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ മാപ്പ് ചെയ്യാനും, എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ എൻട്രി മോഡൽസ് വളരെ ബേസിക് തൊട്ട് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈ ആക്യുറസീറ്റ് ആയിട്ടുള്ള ട്രേഡ്സിൻ്റെ എൻട്രി മോഡൽസ് തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.